വെസ്റ്റ്നൈൽ പനി റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ കോഴിക്കോട് ജില്ലയിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കുകയാണ്. ഭക്ഷ്യവസ്തുക്കളുടെയും ശീതളപാനീയങ്ങളുടെയും ശുചിത്വം ഉറപ്പുവരുത്താൻ നടപടി. ഇതിന്റെ ഭാഗമായി ഐശ്വര്യതയ്ക്ക് താൽക്കാലിക നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇവരുമായി കോഴിക്കോട് നിന്നും ദിഷ്ന സുരേഷ് ചേരുകയാണ്. ദിഷ്ന, കഴിഞ്ഞ ദിവസം തന്നെ കൃത്യമായ ജാഗ്രത വേണം, കൃത്യമായ മുന്നറിയിപ്പ് വേണമെന്ന് ആരോഗ്യ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകിയിരുന്നു. കലക്ടർ തന്നെ വാർത്താസമ്മേളനത്തിൽ ഇക്കാര്യം വ്യക്തമാക്കിയതുമാണ്. ഒപ്പം ചില നിർദ്ദേശങ്ങളും നൽകിയിരുന്നു. പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുന്നത്, ശീതളപാനീയങ്ങൾ കഴിക്കുന്നത് നിയന്ത്രിക്കണം. പ്രത്യേകിച്ച് ചൂടുകാലമാണ്, പല പകർച്ചവ്യാധികളും ഉണ്ടാകാൻ സാധ്യത ഉണ്ട് എന്നുള്ള മുൻകരുതൽ നിർദ്ദേശങ്ങളും നൽകിയിരുന്നു. ഇതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇപ്പോൾ ഐശ്വര്യതയ്ക്ക്, നമുക്കറിയാം കോഴിക്കോടിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രിയങ്കരമായൊരു പാനീയം കൂടിയാണ് ഈ ഐശ്വര്യതി. അതിനടക്കം നിയന്ത്രണം, താൽക്കാലികമായി നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും വരും ദിവസങ്ങളിലും ഇത്തരത്തിലുള്ള നിയന്ത്രണങ്ങൾ, പരിശോധനകൾ തുടരുമെന്ന് വേണം മനസ്സിലാക്കാൻ, അല്ലേ? തീർച്ചയായും കെ പി സൂചിപ്പിച്ചതുപോലെ തന്നെ വെസ്റ്റ് നൈൽ പനിയുടെ പശ്ചാത്തലത്തിൽ വലിയ രീതിയിലുള്ള സുരക്ഷ തന്നെയാണ് കോഴിക്കോട് ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. തൃശൂർ, മലപ്പുറം, കോഴിക്കോട് എന്നീ ജില്ലകൾക്കാണ് ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുള്ളത്. കോഴിക്കോട് ജില്ലയിൽ തന്നെ 10 പേർക്കാണ് വെസ്റ്റ് നൈൽ സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഇതിൽ മലപ്പുറം ജില്ലയിലെ ആളുകളും ഉൾപ്പെടുമെന്നതാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ഗ്രാമപഞ്ചായത്തുകളെയും കേന്ദ്രീകരിച്ചാണ് ശുചീകരണ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ ജില്ലാ കളക്ടറും DMO അടക്കം അവലോകന യോഗങ്ങൾ വിളിച്ചു ചേർത്തിരുന്നു. ഈ യോഗത്തിൽ തന്നെ പ്രധാനമായും എടുത്തു പറഞ്ഞത്, നമുക്കറിയാം കോഴിക്കോട് ജില്ലയെ സംബന്ധിച്ചിടത്തോളം വേനൽ അതിന്റെ അത്യുന്നതിയിൽ നിൽക്കുന്ന ഒരു സമയമാണ്. ഈ സമയത്ത് തന്നെ ആളുകൾ പുറത്തുനിന്ന് ഭക്ഷണവും പാനീയവും കഴിക്കേണ്ട അവസ്ഥ വരുന്നു. അപ്പോൾ ഇത്തരത്തിൽ ഭക്ഷണവും പാനീയങ്ങളും കഴിക്കുമ്പോഴൊക്കെ തന്നെയും ശുദ്ധമായ ഭക്ഷണവും പാനീയങ്ങളും കഴിക്കുവാൻ ശ്രദ്ധിക്കണം എന്നൊരു കാര്യമാണ് ആരോഗ്യ വകുപ്പ് വ്യക്തമാക്കിയിട്ടുള്ളത്. കൂടാതെ തന്നെ കോഴിക്കോട് ജില്ലയിൽ വേനൽക്കാല പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. കഴിഞ്ഞ 2 ആഴ്ചക്കിടയിൽ 3000-ലധികം പേരാണ് ഡെങ്കിപ്പനിക്ക് ചികിത്സ തേടി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എത്തിയത് എന്നൊരു വാർത്ത നമ്മളൊക്കെ തന്നെയും അറിഞ്ഞതാണ്. അതോടൊപ്പം തന്നെ മഞ്ഞപ്പിത്തവും ചിക്കൻ ഗുനിയയും ജില്ലയിൽ പടർന്നു പിടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പാനീയങ്ങൾ, അതായത് പുറത്തുനിന്ന് വെള്ളം കുടിക്കുമ്പോൾ ശുദ്ധമായ വെള്ളം കുടിക്കുവാൻ ശ്രദ്ധിക്കണം എന്നൊരു കാര്യമാണ് ആരോഗ്യ വകുപ്പ് വ്യക്തമാക്കിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ KP, പ്രധാനമായും 80%-ലധികം പേരിലും ഈ വെസ്റ്റ് നൈൽ പനിയുടെ ലക്ഷണങ്ങളൊന്നും തന്നെ കണ്ടെത്താൻ കഴിയില്ല എന്നതാണ് പറയാൻ സാധിക്കുന്നത്. പനി, തലകറക്കം, ഛർദി തുടങ്ങിയവയാണ് ഇതിന്റെ ലക്ഷണങ്ങൾ. ഇത്തരത്തിലുള്ള ലക്ഷണങ്ങൾ പ്രകടമാവുന്ന സാഹചര്യത്തിൽ തന്നെ മെഡിക്കൽ കോളേജ് ആശുപത്രികളിൽ എത്തുക എന്നതാണ് ആരോഗ്യ വകുപ്പ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ വലിയൊരു തരത്തിലുള്ള ജാഗ്രതാ നിർദ്ദേശമാണ് കോഴിക്കോട് ജില്ലയിലുള്ളത്. നേരത്തെ KP സൂചിപ്പിച്ചതുപോലെ തന്നെ കോഴിക്കോടുകാരുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു പാനീയമാണ് ഐസുരന്തി. ഈ ഐസുരന്തിക്കൊക്കെ തന്നെയും നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. അടുത്ത മാസം 1-ാം തീയതി വരെയാണ് ഇത്തരത്തിൽ താൽക്കാലികമായുള്ള നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. കൂടുതൽ ഭക്ഷ്യവസ്തുക്കളിലൊക്കെ തന്നെയും വലിയൊരു രീതിയിലുള്ള ബീച്ച് ഭാഗങ്ങളിലെ കടകളിലൊക്കെ തന്നെയും വലിയ രീതിയിലുള്ള പരിശോധന ശക്തമാക്കുവാനാണ് ഇപ്പോൾ കോഴിക്കോട് കോർപ്പറേഷന്റെയും ആരോഗ്യ വകുപ്പിന്റെയും ഒക്കെ തന്നെയും തീരുമാനം. എന്തായാലും കോഴിക്കോട് ജില്ലയിൽ വലിയൊരു രീതിയിലുള്ള ജാഗ്രതാ നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. KP, ഈ ജാഗ്രതയുടെ മുന്നൊരുക്കത്തിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള നിയന്ത്രണങ്ങളും ഏർപ്പെടുത്തിയിരിക്കുന്നത്. വരും ദിവസങ്ങളിലും കൃത്യമായ നിയന്ത്രണങ്ങളും ഇടപെടലുകളും ഉണ്ടാകുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ദിഷ്ണയാണ് കോഴിക്കോട് നിന്നും വിവരങ്ങൾ നൽകിയത്.